മറ്റുള്ളവർ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നതിലും നല്ലത് നമ്മൾ അവരുടെ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കുന്നതല്ലേ. അപ്പോഴും വീട് സ്വർഗമായി മാറുമല്ലോ. ശരിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണോ എന്ന് പറയൂ. അതിനുശേഷം ക്ലാപ്പ് ചെയ്യുക. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കതിന് കഴിയുമോ? അപ്പോൾ ശരിക്കുള്ള മനുഷ്യ സ്വഭാവം എന്താണ്? നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മാത്രം ജീവിക്കാൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലുള്ള നല്ല സംസ്കാരങ്ങൾ പോലും നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ കൂടെയുള്ളവരുടെ പ്രതീക്ഷകൾ ഏതെല്ലാമാണ് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക? എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുമോ? ശരി, നമ്മൾ പരിശോധിക്കേണ്ട ഒരേ ഒരു കാര്യം ഏതാണ് എന്നറിയുമോ? നമ്മൾ നമ്മുടെ സംസ്കാരങ്ങളെ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എനിക്ക് ഏത് തരത്തിലുള്ള സംസ്കാരമാണ് അനുയോജ്യമായത് എന്ന് മാത്രമേ ഞാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒപ്പമുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. എന്നാൽ അഭിപ്രായങ്ങൾ കേട്ട ശേഷം ചെക്കിംഗ് ചെയ്യേണ്ടത്, അതായത് പരിശോധിക്കേണ്ടത് ഞാൻ മാത്രമാണ്. എൻ്റെ ഈ സംസ്കാരം നല്ലതാണോ? ഞാൻ ചെയ്യുന്ന ഈ കർമ്മം ശരിയാണോ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ഒന്നും ചെയ്യരുത്. നിങ്ങളിൽ ആർക്കൊക്കെ എല്ലാവരെയും എല്ലായ്പ്പോഴും സന്തുഷ്ടരാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒന്ന് പറയൂ. ഒരിക്കലും സാധിക്കില്ല. എന്തുകൊണ്ട് സാധ്യമല്ല? എന്തെന്നാൽ ഓരോരുത്തരുടെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷകളും വേറെ വേറെ വിധത്തിലുള്ളതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ കഴിയില്ല. ഒരാളെ പോലും സന്തുഷ്ടമാക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്? എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ഒരൊറ്റ വിശ്വാസ പ്രമാണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ബന്ധങ്ങളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ബന്ധങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാൻ തുടങ്ങി. എല്ലാവരും എൻ്റെ പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തണം, ഞാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ആവുമ്പോൾ പതുക്കെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ മുറിവേറ്റ മനസ്സിൽ നിന്നും നെഗറ്റീവ്സ് മാത്രം അവരിലേക്ക് പോകുന്നു. നമുക്ക് അവരിൽ നിന്നും നെഗറ്റീവ്സ് ലഭിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബിലീഫ് സിസ്റ്റത്തെ മാറ്റാൻ തുടങ്ങാം. നമ്മൾ എന്താണ് മാറ്റാൻ തുടങ്ങേണ്ടത് എന്ന് നോക്കാം. ഉദാഹരണമായി 2 വ്യക്തികളെ വിഷ്വലൈസ് ചെയ്യുക. ഇവരിൽ ഒരാൾക്ക് വെള്ള നിറമാണ് ഇഷ്ടം, എന്നാൽ മറ്റേയാൾക്ക് കറുത്ത നിറമാണ് പ്രിയപ്പെട്ടത്. 2 പേർക്കും സ്വന്തമായ ഇഷ്ടങ്ങളുണ്ട്. ഇവരിൽ ആരാണ് ശരി? 2 പേരും ശരിയാണ്. ഇവിടെ 2 പേരും പരസ്പരം പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷിക്കുന്നത്? വെള്ള നിറം ഇഷ്ടപ്പെടുകയും വെള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുമ്പോൾ വെള്ള നിറമാണ് ബെസ്റ്റ് കളർ എന്നാണ് വിശ്വസിക്കുന്നത്. വെള്ള നിറം തനിക്ക് മാത്രമാണ് ബെസ്റ്റ് എന്ന് അയാൾക്ക് തോന്നുന്നില്ല. അയാൾ രണ്ടാമത്തെ ആളോടും വൈറ്റ് കളർ നിങ്ങൾക്കും ബെസ്റ്റ് കളറാണ് എന്ന് പറയാൻ തുടങ്ങുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്, നിനക്ക് എന്താണ് നല്ലതെന്ന് എനിക്കറിയാം. ഉപദേശങ്ങൾ നൽകുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ ആ ആത്മാവിന് തൻ്റെ സംസ്കാരങ്ങൾ അനുസരിച്ച് എന്താണ് തനിക്ക് യോജിച്ചത് എന്നറിയാം. നമ്മൾ ഒരാൾക്ക് എത്ര നല്ല നല്ല ഉപദേശങ്ങൾ നൽകിയാലും അവർക്ക് നിങ്ങളുടെ ഉപദേശങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള സംസ്കാരങ്ങൾ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഡോക്ടർ സർ, താങ്കൾ എന്നോട് ദിവസവും 5 കിലോമീറ്റർ നടക്കാനായി ഉപദേശിച്ചു. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉപദേശം വളരെ നല്ലതാണ് അല്ലേ? ശരിയല്ലേ? ഈ ഉപദേശം വളരെ നല്ലതല്ലേ? ശരിയാണോ? ഉറപ്പല്ലേ? ഓക്കെ ഫൈൻ, ഒരു മിനിറ്റ്. ഈ ഉപദേശം വളരെ നല്ലതാണ് എന്ന് തോന്നുന്നവർ കൈ ഉയർത്തുക. പെർഫെക്റ്റ്. ഞാൻ ഈ ഉപദേശത്തെ സ്വീകരിക്കണോ? ഞാൻ ഈ അഭിപ്രായത്തെ അനുസരിക്കണോ? അതോ ഞാൻ ഈ ഉപദേശത്തെ സ്വീകരിക്കേണ്ടേ? ഇത്ര നല്ലൊരു കാര്യം ഞാൻ ഇത് അനുസരിക്കേണ്ട എന്നാണോ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കണോ വേണ്ടയോ? ശരി, അനുസരിക്കാം. പക്ഷേ എനിക്ക് 5 കിലോമീറ്റർ നടക്കാനുള്ള ആരോഗ്യമില്ല. എനിക്ക് ഇപ്പോൾ 1 കിലോമീറ്റർ പോലും നടക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇത്രയും നല്ല ഉപദേശം കിട്ടിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്?
ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഡോക്ടർ എനിക്ക് ശരിയായ അഡ്വൈസാണ് നൽകിയത്. അതുകൂടാതെ എൻ്റെ കുടുംബവും പിന്നെ എൻ്റെ ബന്ധുക്കളും അങ്ങനെ എല്ലാവരും ആ അഡ്വൈസ് വളരെ ശരിയാണെന്ന് പറയാൻ തുടങ്ങുന്നു. എന്നാൽ എനിക്ക് ആ ഉപദേശത്തെ പ്രാവർത്തികമാക്കാനുള്ള സംസ്കാരമുണ്ടോ ഓർ ശക്തിയുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ശരിയായ അഡ്വൈസാണ്, അത് നിങ്ങൾക്ക് യോജിച്ച അഡ്വൈസാണ്, നിങ്ങൾക്ക് പറ്റിയ ഉപദേശമാണ്, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യൂ, അങ്ങനെ തന്നെ ചെയ്യൂ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ഞാൻ നടക്കാൻ ശ്രമിച്ചു. എന്നാൽ 5 കിലോമീറ്ററിന് പകരം 500 മീറ്റർ നടന്നപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ച് വീണുപോയി. അപ്പോൾ എല്ലാവരും എന്താണ് പറഞ്ഞത് എന്നറിയുമോ? നിങ്ങൾ ശരിയായ കാര്യമല്ല ചെയ്തത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് ആദ്യം ഉപദേശം തന്നയാൾ എന്താണ് പറഞ്ഞതെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എൻ്റെ ഇത്രയും നല്ലൊരു ഉപദേശത്തെ സ്വീകരിച്ചില്ല, നിങ്ങൾക്ക് എന്നോട് അല്പം പോലും സ്നേഹമില്ല. എന്നോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായം സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി, നിങ്ങൾ എനിക്ക് തരാറുള്ള എല്ലാ ഉപദേശങ്ങളും ഞാൻ സ്വീകരിക്കാറുണ്ട്, എന്നാൽ ഇന്ന് നിങ്ങൾ എൻ്റെ അഡ്വൈസ് സ്വീകരിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉറപ്പായും പ്രശ്നങ്ങൾ തുടങ്ങില്ലേ? ഇവിടെ എന്താണ് സ്വാഭാവികമായി നടക്കേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് നടക്കേണ്ടത്? ഉപദേശങ്ങൾ വളരെ നല്ലതാണ്, എന്നാൽ അവ പൂർണ്ണമായി മറ്റുള്ളവർ അനുസരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ എന്നോട് ഇത്രയും നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ നടന്ന 500 മീറ്റർ പോലും എനിക്ക് ഇന്ന് നടക്കാനാവില്ല. അതുകൊണ്ട് ഉപദേശം നൽകുന്നതിനു മുൻപ് നിങ്ങൾക്ക് മുന്നിലുള്ള ആൾക്ക് ആ ഉപദേശത്തെ പ്രാവർത്തികമാക്കാനുള്ള സംസ്കാരം ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ഉപദേശങ്ങൾ ദിവസവും നൽകാനാവും, എന്നാൽ നിങ്ങളുടെ ഓരോ ഉപദേശവും അതുപോലെ തന്നെ പാലിക്കപ്പെടും എന്നൊരിക്കലും ആഗ്രഹിക്കരുത്. കൂടെയുള്ളവർ നിങ്ങളെ അനുസരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, അവരിൽ ആ സംസ്കാരം ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കാത്തത്. നിങ്ങളിൽ ആത്മാർത്ഥതയുടെ സംസ്കാരമുണ്ട്, സത്യസന്ധതയുടെ സംസ്കാരമുണ്ട്, കൃത്യനിഷ്ഠയുടെ സംസ്കാരമുണ്ട്, നിങ്ങളിൽ എല്ലാവരെയും വിശ്വസിക്കുന്ന സംസ്കാരവുമുണ്ട്. എന്നാൽ ഇവയെല്ലാം എന്നിലും ഉണ്ടാകണമെന്നില്ല, ശരിയല്ലേ? ഈ സംസ്കാരങ്ങളൊക്കെ എന്നിലും ഉണ്ടാകണമെന്നുണ്ടോ? നിങ്ങളിൽ എവിടെയും കൃത്യസമയത്ത് എത്തിച്ചേരുന്ന സംസ്കാരമാണ് ഉള്ളത്, എന്നാൽ എനിക്ക് ലേറ്റായി എത്തുന്ന സംസ്കാരമാണ് ഉള്ളത്. ഇതിലെന്ത് ചെയ്യാനാകും? എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ലേറ്റായി എത്താനുള്ള സംസ്കാരം വന്നത്? എപ്പോഴോ എവിടെയൊക്കെയോ വെച്ച് എന്നെ ലേറ്റായി എത്തിച്ചേരാനുള്ള സംസ്കാരം വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കും, ഞാൻ എൻ്റെ സംസ്കാരത്തിലൂടെയും നടക്കും. താങ്കൾ ദിവസവും എന്നോട് കൃത്യസമയത്ത് എത്തിച്ചേരാനുള്ള ഉപദേശം തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാ ദിവസവും ഞാൻ കൃത്യസമയത്ത് എത്താതിരുന്നാൽ അതിൽ താങ്കൾ വിഷമിക്കുന്നുവെങ്കിൽ അത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, താങ്കളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെ ബഹുമാനിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ സംസ്കാരങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. എനിക്ക് നിങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രതീക്ഷകളെ പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ എൻ്റെ പക്കൽ അത്തരം സംസ്കാരങ്ങളില്ല. അതുപോലെ തന്നെ എനിക്കുള്ള പല സംസ്കാരങ്ങളും താങ്കളുടെ പക്കലും ഉണ്ടാകില്ല. എന്തെന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങളിൽ എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവമാണ് ഉള്ളതെങ്കിൽ എനിക്ക് സംശയിക്കുന്ന സ്വഭാവമാണ് ഉള്ളത്. ഇത് ശരിയല്ലേ? ഇങ്ങനെ ഉണ്ടാകാറില്ലേ? നിങ്ങളിൽ എല്ലാം ക്ലീൻ ആക്കി വെക്കുന്ന സംസ്കാരമുണ്ട്, എനിക്കതില്ല. നിങ്ങളിൽ സഹായ മനസ്കത എന്ന സംസ്കാരമുണ്ട്, എന്നിൽ ആ സംസ്കാരവും ഇല്ല. താങ്കൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ താങ്കൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. താങ്കൾ എനിക്ക് പണം തന്നു, സമയവും തന്നു, സഹയോഗവും തന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാ വിധത്തിലും എന്നെ സഹായിച്ചു. എന്നാൽ താങ്കൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ താങ്കളുടെ ഫോൺ ഒന്ന് എടുക്കുക പോലും ചെയ്തില്ല. ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഇങ്ങനെ ഉണ്ടാകാറില്ലേ? ഇതിൽ നിങ്ങൾക്ക് വിഷമമായോ?
അതെ, സ്വാഭാവികമായും വിഷമമാകും. അപ്പോൾ സ്വാഭാവികമായി നാച്ചുറലായി നടക്കേണ്ടത് എന്താണ്? ഞാൻ താങ്കളെ ഇത്രയധികം സഹായിച്ചു, അതുകൊണ്ട് എന്നെയും താങ്കൾ അതുപോലെ തന്നെ സഹായിക്കണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് നാച്ചുറൽ അല്ലേ? ഞാൻ താങ്കളെ സഹായിച്ചതുപോലെ തന്നെ താങ്കൾ എന്നെയും സഹായിക്കുമോ? റൈറ്റ്? നോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 5 കിലോമീറ്റർ നടന്നു, അതുകൊണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഫിസിക്കലി എല്ലാം കാണാനാകും. എൻ്റെയും ഇവരുടെയും സ്റ്റാമിന വ്യത്യസ്തമാണ്. എൻ്റെയും ഇവരുടെയും സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ നമ്മൾ വൈകാരികമായി കാര്യങ്ങൾ കാണാറില്ല. എൻ്റെയും ഇവരുടെയും സംസ്കാരങ്ങൾ വെവ്വേറെയാണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടാകുന്നു. താങ്കൾ എന്നെ ഇത്രയധികം സഹായിച്ചു, ഞാൻ തിരിച്ച് സഹായിച്ചതേയില്ല. ഇനി അടുത്ത ഒരു തവണ എനിക്കൊരു ആവശ്യം വരികയാണെങ്കിൽ താങ്കൾ എന്നെ സഹായിക്കുമോ? ഇനി ഒരിക്കൽ താങ്കൾ എനിക്ക് സഹായങ്ങൾ നൽകുമോ? എന്നിൽ നിന്നും ലഭിച്ച ഏതെങ്കിലും ഒരു ഹെൽപ്പിൻ്റെ അതേ അളവിൽ മാത്രം സഹായിക്കുമോ? പറയൂ, ചെക്ക് ചെയ്യൂ. ചെക്ക്. ഞാൻ എൻ്റെ സഹായമനസ്കത, ഹെൽപ്പിംഗ് നേച്ചർ എന്ന സംസ്കാരം അവർ കാരണം ഇല്ലാതാക്കേണ്ടതുണ്ടോ? ഇതൊന്ന് സ്വയം ചോദിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് പറയാറുള്ളത്? അവർ എന്നെ ഹെൽപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തിനാ അവരെ സഹായിക്കണം? ഓരോ പ്രാവശ്യവും ഞാൻ തന്നെയാണ് അവരെ സഹായിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്തിനാ അവരെ സഹായിക്കണം? പറയൂ. ഓരോ തവണയും ഞാൻ തന്നെ സഹായിക്കണോ? വേണ്ട എന്നാണോ പറയുന്നത്? നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്തു ചെയ്യണം? നോക്കൂ, 2 CD-കളുണ്ട്. ഓക്കെ, 2 CD-കളുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ CD-യിലുള്ള പാട്ട് വേറെയാണ്, എൻ്റെ CD-യിലുള്ള പാട്ട് അതല്ല. നിങ്ങൾ നിങ്ങളുടെ CD-യിലെ പാട്ട് പ്ലേ ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ CD-യിലും ഇതേ പാട്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ CD-യിൽ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു പാട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എൻ്റെ CD-യിൽ വ്യത്യസ്തമായ ഒരു പാട്ടുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ CD-യിലുള്ള പാട്ട് കേൾക്കാതിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? നിങ്ങൾ എൻ്റെ നെഗറ്റീവ് സംസ്കാരത്തെ കോപ്പി ചെയ്യുകയാണ്, അനുകരിക്കുകയാണ്. അതെ, അനുകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് അനുകരിക്കാറില്ലേ? നെഗറ്റീവ്സ് കോപ്പി ചെയ്യുന്ന അത്ര വേഗത്തിൽ പോസിറ്റീവ്സ് കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അവരെന്നെ സഹായിച്ചില്ല, ഞാൻ എന്തിന് അവർക്ക് സഹായം നൽകണം? അവരെന്നോട് ശരിയായി പെരുമാറിയില്ല, ഞാൻ എന്തിനു നന്നായി പെരുമാറണം? ഇങ്ങനെ ഓരോന്നും ചെയ്ത് നമ്മൾ ഒരാളുടെ മാത്രമല്ല പലരുടെയും നെഗറ്റീവ്സ് അതേപടി ടോട്ടലി അനുകരിക്കാൻ തുടങ്ങുന്നു. എൻ്റെ ഉള്ളിൽ 5 നല്ല സംസ്കാരങ്ങളുണ്ട്, എന്നാൽ എനിക്ക് മറ്റു വ്യക്തികളിൽ അവ കണ്ടെത്താനായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവങ്ങൾ അവരുടേതുപോലെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ഞാൻ എൻ്റെ നല്ല സംസ്കാരങ്ങളെ പതുക്കെ എങ്ങനെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെയാണ് കലിയുഗം സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനെയാണ് സത്യയുഗം മാറി കലിയുഗം ഉണ്ടായത്. ഒരാൾ ചെയ്ത തെറ്റ് രണ്ടാമതൊരാൾ അനുകരിക്കുന്നു, പിന്നെ അനുകരിക്കുന്നവരുടെ എണ്ണം പതുക്കെ വർദ്ധിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മിസ്റ്റേക്ക് എല്ലാവരിലേക്കും എത്തുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന്. ഇനി കലിയുഗം സത്യയുഗത്തിലേക്ക് പരിവർത്തനപ്പെടുന്നത് എങ്ങനെയാണ്? കലിയുഗം സത്യയുഗമായി മാറുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എൻ്റെ സംസ്കാരങ്ങൾ എൻ്റേത് മാത്രമാണ്. എൻ്റെ സംസ്കാരങ്ങൾ തന്നെ മറ്റുള്ളവരിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിലുള്ള ശ്രേഷ്ഠ സംസ്കാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവയുടെ നല്ല വൈബ്രേഷൻസ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ശ്രേഷ്ഠ സംസ്കാരങ്ങൾ അവരിലുള്ള CD-യിലേക്ക് പതുക്കെ കോപ്പിയാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ സംസ്കാരങ്ങളെ സ്വന്തം CD-യിലേക്ക് കോപ്പി ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇനി ചിന്തിക്കൂ, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യൂ. താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, എന്നാൽ താങ്കൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഫോൺ എടുക്കുക പോലും ചെയ്തില്ല.
ഇനി അടുത്ത തവണ എനിക്ക് വീണ്ടും പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കൾ എൻ്റെ സംസ്കാരം കോപ്പി ചെയ്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരുടെയെങ്കിലും സംസ്കാരങ്ങൾ അനുകരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ സംസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താണ് പറയാറുള്ളത്? ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനെയല്ലേ പറയാറുള്ളത്? അല്ലേ? ഞാൻ എല്ലാവരെയും സഹായിക്കും, എന്നാൽ ഇവരെ ഹെൽപ്പ് ചെയ്യില്ല. ഇത്തരം മനോഭാവം ഒരാളോടെങ്കിലും വയ്ക്കുകയാണെങ്കിൽ കൂടി ഞാൻ അവരുടെ സംസ്കാരത്തെ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് വേണം കരുതാൻ. നാളെ വേറെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ പറയും, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യില്ല. അങ്ങനെ എൻ്റേതുപോലെയുള്ള സംസ്കാരങ്ങൾ ഇല്ലാത്ത 2-3 പേർ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ 1-2 അനുഭവങ്ങളിൽ തന്നെ എൻ്റെ നല്ല സംസ്കാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക എന്നത് താങ്കളുടെ സംസ്കാരമാണ്. നിങ്ങളോട് ഒരാൾ നുണ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? ഞാൻ ഇവരെ വിശ്വസിക്കില്ല. പിന്നെ വേറൊരാൾ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പറയും, ഞാൻ ഇവരെ ഒഴിച്ച് മറ്റെല്ലാവരെയും വിശ്വസിക്കും. അങ്ങനെ 3-4 പ്രാവശ്യം ഒരേ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ വിശ്വസിക്കുക എന്ന സംസ്കാരം തന്നെ ഇല്ലാതാകുന്നു. നിങ്ങളുടെ വളരെ നല്ല നല്ല സംസ്കാരങ്ങൾ മറ്റുള്ളവർ കാരണം ഇല്ലാതായി പോകുന്നു. എന്തുകൊണ്ട്? കാരണം അവരുടെ ഉള്ളിലും എൻ്റെ സംസ്കാരങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പ്രതീക്ഷകൾ വയ്ക്കുന്നത്. ഇനി പറയൂ, പ്രതീക്ഷകൾ വയ്ക്കുന്നത് ശരിയാണോ? ഓക്കെ, നൗ സംബഡി ടോൾഡ് എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുന്നത് നോർമലാണ്, എന്നാൽ നമ്മൾ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. സോ നോർമലായ ഒരു കാര്യത്തെ നമുക്ക് പിന്തുടരാമല്ലോ. പ്രതീക്ഷകൾ ഇല്ലാതിരിക്കുക എന്നത് മനുഷ്യ സ്വഭാവത്തിന് വിപരീതമാണ്. ഓരോ ആത്മാവിനും വേറെ വേറെ സ്വഭാവ ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ നോർമലായത് എന്താണ്? എന്താണ് സ്വാഭാവികമായ സംസ്കാരം? ഓരോരുത്തരുടെയും സ്വഭാവ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് എന്ന സത്യത്തെ പൂർണ്ണമായും സ്വീകരിക്കുക എന്നതാണ് നാച്ചുറലായ മനുഷ്യ സ്വഭാവം, ഓർ എൽസ് ഹ്യൂമൻ നേച്ചർ. ഒന്നുകിൽ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്, ഇവയിൽ ഒന്ന് മാത്രമാണ് നാച്ചുറൽ ആയിട്ടുള്ളത്. മറ്റുള്ളവരിൽ പ്രതീക്ഷകൾ വയ്ക്കുന്നത് നോർമലാണ്, എക്സ്പെക്റ്റേഷൻസ് നോർമലാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞു മനസ്സിനെ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മുടെ ഉള്ളിലൊരു ബിലീഫ് സിസ്റ്റമായി മാറി. ഞാൻ ഓരോ ആത്മാവിനെയും അവർ എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ഇത് ജീവിതത്തിലെ ഒരു മന്ത്രമാക്കി മാറ്റണം. ഐ അക്സെപ്റ്റ് എവ്രി വൺ ആസ് ദേ ആർ. യെസ്, ഐ അക്സെപ്റ്റ് എവ്രി വൺ ആസ് ദേ ആർ. ഇതൊരു മന്ത്രം പോലെ മുഴുവൻ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ദിവസം മുഴുവനും ഈ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഇവിടെയുള്ള സംസ്കാരം മാറാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷകൾ വയ്ക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയുള്ള സംസ്കാരമാണ് സൃഷ്ടിക്കേണ്ടത്? ആക്ച്വലി ഇനി നമുക്ക് വിവേകത്തോടെ ശരിയായ രീതിയിൽ എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഒരു മനോഭാവമാണ്, സംസ്കാരമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓരോരുത്തരും പല പല ജന്മങ്ങളിലായി വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാര്യം വളരെ വിവേകത്തോടെ മനസ്സിലാക്കണം. നമ്മൾ വിഷമിക്കുമ്പോൾ, ഹേർട്ടാകുമ്പോൾ അവർക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവർക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ സംസ്കാരം കൂടുതൽ ബലപ്പെടുകയാണ്, ദൃഢമാവുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ആൻഡ് ആ സമയത്ത് നിങ്ങൾ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ആ ആത്മാവിൽ ഹെൽപ്പ് ചെയ്യുന്ന സംസ്കാരമില്ല, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. സോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജിയും എത്തിച്ചേരുന്നില്ല, എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദരവ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് നിങ്ങളിൽ നിന്നും റെസ്പെക്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയും
ഞാൻ നിങ്ങളുടെ സംസ്കാരങ്ങൾ നിങ്ങളുടെ സൽപ്രവൃത്തികളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഓരോ സംസ്കാരങ്ങളും എന്നെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ തുടങ്ങും അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇതിനു പകരം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും നിരാശനാവുകയും ഞാൻ നിങ്ങളെ തരം താഴ്ത്തിയതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്താൽ പിന്നെ നിങ്ങളുടെ വിഷമങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ആരുടെ മേലാണ് ചുമത്തുക? കഴിഞ്ഞ തവണ എന്തിനെന്നെ സഹായിച്ചു എന്നോർത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ പശ്ചാത്താപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തോന്നാറില്ലേ? ആക്ച്വലി മനസ്സ് എന്തെല്ലാമാണ് ചിന്തിച്ചു കൂട്ടുക. ഞാൻ നിങ്ങളെ സഹായിക്കരുതായിരുന്നു, വെറുതെ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെയുള്ള ഭാരിച്ച ചിന്തകൾ, ഹെവി എനർജി എന്നിലേക്ക് എത്തുന്നു. അപ്പോൾ എൻ്റെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന സംസ്കാരം എങ്ങനെയുള്ളതായി മാറും? ഇതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യമേ തന്നെ എന്നിൽ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന സ്വഭാവമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഇത്രയധികം നെഗറ്റീവ് എനർജിയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോ ഇനി എൻ്റെ സംസ്കാരത്തിന് എന്താണ് സംഭവിക്കുക? നമ്മൾ നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷൻസിലൂടെ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതേ കാര്യം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളിലുമൊക്കെ സംഭവിക്കുന്നു. മക്കൾ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ല എങ്കിൽ നമ്മൾ അവർക്കായി എങ്ങനെയുള്ള ചിന്തകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കാറുള്ളത്? നമ്മുടെ ചിന്തകളിലൂടെ അവരുടെ മോശമായ സംസ്കാരങ്ങൾ കൂടുതൽ ദൃഢമായി മാറുന്നു, സ്ട്രോങ് ആകുന്നു. നമ്മൾ ആദ്യമായി രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം, അതായത് ആദ്യ ദിവസത്തെ ഏറ്റവും ആദ്യത്തെ ചിന്തകൾ ഏതെല്ലാമാണ് എന്നറിയാമോ? നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഓരോ ആത്മാവും ഒരു നീണ്ട യാത്രയിലാണ്. ഓരോ ആത്മാവിൻ്റെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കർമ്മ കണക്കുകളും വേറെ വേറെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? അതെ. അപ്പോൾ പിന്നെ എക്സ്പെക്റ്റേഷൻ വെക്കുന്നത് ശരിയാണോ? അല്ല, അല്ല. എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിന് വിപരീതമായി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു മേരി ബാബ.